നമസ്കാരം. അസസ്മെന്റ് ഇയർ 26-27 മുതൽ 139(1) സെക്ഷൻ പ്രകാരം ടൈംലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെതായിട്ടുണ്ടാവുന്ന സമയപരിധിയിൽ ഒരു എക്സ്ട്രാ ഡേറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് 2026 ഫൈനാൻസ് ആക്ടിൽ. നേരത്തെ ഉണ്ടായിരുന്നതായ ടൈം ലിമിറ്റ്സ് 31 ജൂലൈ ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത സാധാരണ അസസീസിനും 31 ഒക്ടോബർ ടാക്സ് ഓഡിറ്റ് ഉണ്ടാവുന്ന അസസീസിനും കമ്പനികൾക്കും ടാക്സ് ഓഡിറ്റ് ഉണ്ടാവുന്നതായ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പാർട്ട്നേഴ്സിനും ആയിരുന്നു എന്നുണ്ടെങ്കിൽ 30 നവംബർ ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നതായ സമയപരിധി ആയിരുന്നു. ഈ 3 ടൈംലി റിട്ടേൺ സമയപരിധിക്ക് പുറമെ ഒരു സമയപരിധി കൂടെ ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 31 ഓഗസ്റ്റ് എന്ന് പറയുന്നതായ ഒരു സമയപരിധി നിലവിൽ 31 ജൂലൈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാരെ 2 കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ടാക്സ് ഓഡിറ്റ് ഇല്ലാത്തതായ ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ഫേം പോലെ ഉണ്ടാകുന്നതായ സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിൻ്റെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, അവർക്കെല്ലാം 31 ജൂലൈ ആയിരുന്നു ഇപ്പോഴത്തെ 139(1) ടൈം ലിമിറ്റ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സോ പ്രൊഫഷനോ ഇൻകം ഇല്ലാത്തതായ ആൾക്കാർക്ക് മാത്രം ഉണ്ടാവുന്ന സമയപരിധിയാക്കി 31 ജൂലൈയും, ബിസിനസ് ഉണ്ടാവുന്നതായ ഇൻഡിവിജ്വൽസ്, പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെതായിട്ടുണ്ടാവുന്ന പാർട്ട്നേഴ്സ് തുടങ്ങിയവരുടെ എല്ലാ സമയപരിധി 139(1) 31 ഓഗസ്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്നതായ അഡീഷൻ അസസ്മെന്റ് ഇയർ 26-27 പുതിയ ആക്ടിന്റെ പരിധിയിൽ വരുന്നതായ ടാക്സ് ഇയർ 26-27 ബാക്കി വരുന്നതായ വർഷങ്ങൾക്കും അപ്ലിക്കബിൾ ആവുന്നു. നിലവിൽ 139(1) ഇൻകം ടാക്സ് ആക്ട് 1961 തത്തുല്യമായിട്ടുണ്ടാവുന്ന പുതിയ 2025 ആക്ടിലെ സെക്ഷൻ 263(1) ആകുന്നു. 26 ഫിനാൻസ് ആക്ടിലാണ് ഈ ഭേദഗതി വന്നത് എന്നുണ്ടെങ്കിലും വ്യക്തമായി ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ അപ്ലിക്കബിലിറ്റി അസസ്മെന്റ് ഇയർ 26-27 തൊട്ട് തന്നെ അപ്ലിക്കബിൾ ആകും എന്നുള്ളതിനെ പറ്റി. അപ്പോൾ പ്രീവിയസ് ഇയർ 25-26 റിട്ടേൺസ് അസസ്മെന്റ് ഇയർ 26-27 തൊട്ട് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ റിട്ടേണുകൾക്കും, ടാക്സ് ഇയർ 26-27, 27-28 തുടങ്ങിയിട്ടുണ്ടാകുന്ന എല്ലാ റിട്ടേണുകൾക്കും ഈ 4 ഡ്യൂ ഡേറ്റ്, പുതുക്കിയ ഡ്യൂ ഡേറ്റ് അടക്കം ഉണ്ടാകുന്ന 4 ഡ്യൂ ഡേറ്റുകൾ അപ്ലിക്കബിൾ ആകും. താങ്ക് യു.